വമൻ കാന മിൻ അഹ്ലി സ്വദഖ ദുഇയ മിൻ ബാബി സ്വദഖ. സദഖയുടെ ദാനധർമ്മത്തിന്റെ വാതിലുണ്ട് സ്വർഗത്തിന്. അതിന്റെ പേര് തന്നെ ബാബു സ്വദഖ, സദഖയുടെ വാതിൽ എന്നാണ്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യൂ. ആ സദഖയുടെ വാതിലിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. ഫമൻ കാന മിൻ അഹ്ലി സ്വലാഹ് ദുഇയ മിൻ ബാബി സ്വലാഹ്. ധാരാളമായി നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളും ഖിയാമുൽ ലൈൽ നമസ്കാരവും തറാവീഹ് നമസ്കാരവും ഒക്കെ നിർവഹിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ബാബു സ്വലാഹ് നമസ്കാരത്തിന്റെ വാതിലുണ്ട്. ആ വാതിലിലൂടെ വിളിക്കപ്പെടുന്നതാണ്. ഫമൻ കാന മിൻ അഹ്ലി സിയാം ദുഇയ മിൻ ബാബി റയ്യാൻ. അതേപോലെ തന്നെ നോമ്പുകാരായ ആളുകൾ, ഫർള് നോമ്പിന് പുറമെ ധാരാളമായി സുന്നത്ത് നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് റയ്യാൻ എന്ന കവാടമുണ്ട് സ്വർഗലോകത്ത്. ആ റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് അവർ സ്വർഗലോകത്ത് പ്രവേശിക്കുക. ഫമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ്. ജിഹാദിന്റെ ആളുകൾ ജിഹാദിന്റെ വാതിലിലൂടെ വിളിക്കപ്പെടുന്നതാകുന്നു. അതേപോലെ തന്നെ അദ്കാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് ചോദിച്ചു, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്നഹ്. സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗത്തിലെ വാതിലിന്റെ ഒരു പേരതാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു തൗഫീഖുമില്ല. റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു ചലനവും യാതൊരു നിലക്കുമുള്ള ഹറക്കത്തുകളും തീരുമാനങ്ങളുമില്ല. അത് പ്രവർത്തിക്കുവാനുള്ള ഖുവ്വത്തുമില്ല റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ എന്ന ആ അതുല്യമായ ദിക്ർ, ആ ദിക്റിന്റെ അർത്ഥമറിഞ്ഞ് ജീവിക്കുകയും അത് ചൊല്ലുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു വാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. മാതാപിതാക്കൾ, ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ മധ്യവാതിലാണ്. അതുകൊണ്ട് തന്നെ ഇൻ ശിഅത ഫഅദിഉഹു, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താം. അല്ലെങ്കിൽ ഇൻ ശിഅത ഇഹ്ഫദുഹു, ആ വാതിലിനെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം. അഥവാ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ടും അവരോട് നന്നായി പെരുമാറിക്കൊണ്ടും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ടും അവരോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടും അവർക്ക് ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടും അവരുടെ ബന്ധുമിത്രാദികളോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടും അവരുടെ കൂട്ടുകാരോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാരോ അവർക്ക് അൽ വാലിദ് എന്നുള്ള സ്വർഗത്തിന്റെ വാതിലിലൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ സാധിക്കും.